കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരമരുളി ചെയ്തു. എൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ പ്രാർത്ഥന തിരുമുൻപാകെ ധൂപം പോലെ, എൻ്റെ കൈകളിലെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണം. എൻ്റെ ഹൃദയം ദുഷ്കാര്യത്തിനെ ചായുകയും ഞാൻ അന്യായ ക്രിയകൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എൻ്റെ വായ്ക്ക് കാവൽക്കാരൻ, എൻ്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടെ ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുത്. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയെ കൊഴിപ്പിക്കരുതേ, എന്തെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ ദോഷനിമിത്തം ആകുന്നു. അവരുടെ ന്യായാധിപതിമാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കുഴപ്പിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാളവാതിൽക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു. കർത്താവേ, എൻ്റെ കണ്ണുകൾ നിങ്കിലേക്ക് ഞാൻ ഉയർത്തി. നിന്നിൽ ശരണപ്പെട്ടു. എൻ്റെ ആത്മാവിനെ തള്ളിക്കളയരുത്. എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കൈകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണം. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. എൻ്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു. എൻ്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിയിൽ എൻ്റെ സങ്കടം ഞാൻ ഉയർത്തുക, തിരുമുൻപിൽ എൻ്റെ ഞരക്കം അറിയിക്കുകയും ചെയ്തു. എൻ്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഓടുവഴികൾ നീ അറിയുന്നു. എൻ്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥനം എനിക്കില്ലാതെയായി. എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അപേക്ഷ ശ്രദ്ധിച്ച് കേൾക്കണം, എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും എന്നെ വിടുവിക്കണമേ, എന്തെന്നാൽ അവർ എന്നേക്കാൾ ബലമുള്ളവരായി. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടത് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണം. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ എൻ്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഓടുവഴികൾക്ക് പ്രകാശവും ആകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണം. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ നീ പഠിപ്പിക്കണം. എൻ്റെ ആത്മാവില്ല ഇപ്പോഴും നിന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർ എനിക്കായി കെണികൾ മറച്ചു വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളിൽ നിന്നും തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി എന്നേക്കുമായി അവകാശപ്പെടുത്തി, എന്തെന്നാൽ അത് എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നേക്കും സത്യത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിക്കും, സകല ജനങ്ങളുമേ അവനെ സ്തുതിക്കും. എന്തെന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്മോ.